ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തൊണ്ടിമുതൽ കേസിൽ എംഎൽഎയും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിന് തിരിച്ചടി. കേസിൽ ആന്റണി രാജു കുറ്റക്കാരൻ. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. കുറ്റപത്രം നൽകി 19 വർഷത്തിനു ശേഷമാണ് അതിനിർണായകമായ വിധി. 1990-ൽ തൊണ്ടിമുതൽ മാറ്റിയതാണ് കേസ്. IPC 34 പൊതുവായ ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന, 10 വർഷം മുതൽ ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ, 120B ഗൂഢാലോചന, 420 വഞ്ചന, 201 തെളിവ് നശിപ്പിക്കൽ, 193 കള്ളത്തെളിവുണ്ടാക്കൽ, 217 പൊതുസേവകന്റെ നിയമലംഘനം, വ്യാജരേഖ ചമക്കൽ, ഇത്തരത്തിലുള്ള കുറ്റങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ് ഈ ഒരു വിഷയത്തിൽ ആന്റണി രാജുവിനുണ്ടായിരിക്കുന്നത്. മുൻ മന്ത്രിയാണ്, ജനാധിപത്യ കോൺഗ്രസ് നേതാവ് ആന്റണി രാജു. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് നിർണായകമായ വിധി പറഞ്ഞിരിക്കുന്നത്. MS വീണ ചേരുകയാണ്. വീണ, സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരിച്ചടിയാണ് ആന്റണി രാജുവിന്. 19 വർഷത്തിന് ശേഷമാണ് അതിനിർണായകമായ വിധി വന്നിരിക്കുന്നത്. വിധി പ്രഖ്യാപനത്തിന്റെ മറ്റു വിശദാംശങ്ങൾ. അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഒരു കേസ് പരിഗണിച്ചിരിക്കുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറയുവാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാന വകുപ്പുകളുണ്ട്. അതായത് 10 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന, ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് IPC 34 ആണ്. അത് പൊതുവായ ഉദ്ദേശത്തോടുള്ള ഒത്തുചേർന്നുള്ള കുറ്റകൃത്യം. അത് ഏത് പ്രതിക്ക് നേരെയും ആ വകുപ്പ് ചുമത്തിയിരിക്കുന്നതിനാൽ തന്നെ ഒരു പ്രതിക്ക് വിധിക്കുന്ന ശിക്ഷ കൂട്ടുപ്രതിക്ക് ബാധകമായിരിക്കും. അതായത് ഒന്നാം പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷ രണ്ടാം പ്രതിക്ക് ബാധകമായിരിക്കും, രണ്ടാം പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷ ഒന്നാം പ്രതിക്ക് ബാധകമായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ കോടതി ഏറ്റവും പ്രധാനമായി കാണുന്നത് ചില വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതായത് 420, 468, 371 എന്നീ വകുപ്പുകൾ നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വകുപ്പുകൾ എടുത്തു പറയാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുടെ അഭാവം അത്തരത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റു വകുപ്പുകൾ നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 123B, 201, 193, 409, അതുപോലെ തന്നെ 34 വകുപ്പുകൾ, ഇത് പ്രധാനപ്പെട്ട വകുപ്പാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 409 IPC 409 പ്രകാരമാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചനയാണ്. ആ വകുപ്പ് പ്രകാരം 10 വർഷം മുതൽ അതുപോലെ തന്നെ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയങ്ങൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജി റൂബി ഇസ്മയിലാണ് വിധി പറയുക. പ്രോസിക്യൂഷന്റെ അഭിഭാഷകനടക്കം കോടതിയിൽ ഹാജരായിട്ടുണ്ട്. വിശദമായിട്ടുള്ള വാദങ്ങൾ കേൾക്കുന്നത് പൂർത്തിയായിരുന്നു. ആ വാദം കേട്ടതിന് ശേഷമാണ് ഇന്നിപ്പോൾ, അതായത് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹർജിയും തടസ്സ ഹർജിയും വാദപ്രതിവാദങ്ങളും ഒക്കെയായി ഈ 3 പതിറ്റാണ്ടിലേറെയാണ് ഈ ഒരു കേസ് നീണ്ടു നിന്നത്. ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് തന്നെ നിർണായകമായ ഒരു വിധി പ്രഖ്യാപനത്തിന് തന്നെയാണ് സാധ്യത, അല്ലേ? തീർച്ചയായും KP, ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിധി ഉണ്ടാകുമെന്നുള്ളതാണ്. 3.5 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു കേസാണ്. വളരെ സുപ്രധാനപരമായിട്ടുള്ള കേസാണ്. 1990-ലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വർഷങ്ങൾക്ക് ശേഷമാണ്, 1994-ന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിദേശി തിരുവനന്തപുരത്ത് എത്തുന്നു, അത് ലഹരി കടത്തുന്നു. അത് അടിവസ്ത്രത്തിലാണ് ലഹരി കടത്തുന്നത്. ആ തൊണ്ടി മുതൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അത് കടന്നു. അത് പിന്നീട് മറ്റൊരു കേസിൽ ഈ വിദേശി മടങ്ങി വിദേശത്തെത്തിയതിനു ശേഷം, ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒരു കൊലക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ അന്നത്തെ സഹതടവുകാരനോട് ഇക്കാര്യം പറയുന്നു. ആൻഡ്രൂ സർവലി എന്നാണ് ആ വിദേശ പൗരന്റെ പേര്. അയാൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. തുടർന്ന് അവിടുത്തെ പോലീസ്, വിദേശത്തെ പോലീസ് ഇന്റർപോളിനെ വിവരമറിയിക്കുന്നു. ഇന്റർപോൾ CBI വിവരമറിയിക്കുന്നു. CBI കേരള പോലീസിനെ വിവരമറിയിക്കുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിലാണ് തെളിവ് നശിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് തെളിയുന്നതും ആ തെളിവ് ഉണ്ടായി കുറ്റപത്രം സമർപ്പിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 19 വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല. തുടർന്ന് ഇത് സുപ്രീം
സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വീണ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ 13 വർഷം കഴിഞ്ഞാണ് ഈ ഒരു കേസിൽ കുറ്റപത്രം തന്നെ സമർപ്പിച്ചത്. അതായത് പല ഘട്ടങ്ങളിലും ഈ കേസ് തേച്ചുമായ്ച്ചു കളയാൻ, കേസ് അട്ടിമറിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായും ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയും ചെയ്തു. അതായത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കെ പി, അങ്ങനെ തന്നെ പറയാം. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേസ് തന്നെയായിരിക്കും. എന്തായാലും ഇതിന് ശിക്ഷ ലഭിക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയുടെ വിധിയാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും ലഭിക്കുക? അതായത് 409 വകുപ്പ് പ്രകാരം, IPC 409 വകുപ്പ് പ്രകാരം ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചനയാണ്, ആ വിശ്വാസവഞ്ചനയ്ക്ക് 10 മുതൽ 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ശിക്ഷ വിധിക്കുമ്പോൾ ഇതൊക്കെ കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെ പി.